ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് റെഡിയാക്കിയാലോ. അതും രണ്ട് തരം പപ്സാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമുക്കിനി പപ്സ് കഴിക്കാൻ ബേക്കറിയിലോട്ടൊന്നും പോയി മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം, അതും വിത്തൗട്ട് ഓവനിൽ. നമുക്ക് റെഡിയാക്കാതെ ആദ്യം നമുക്ക് പഫ് പേസ്ട്രി ഷീറ്റിന് വേണ്ടിയുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 250 ഗ്രാം ആണ്. അപ്പം മൊത്തത്തിൽ 500 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്തുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കിതെല്ലാം കൂടെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു മാവാക്കി എടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി മാവില്ലേ, അതിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസാക്കി വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്, കുറച്ച് ലൂസായിരിക്കണം. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 2-3 ഡ്രോപ്സ് ഓയിലൂടെ ഒഴിച്ചൊന്ന് കൊടുക്കണം. കാരണം ഡ്രൈ ഒന്നും ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. മാക്സിമം ഒരു 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം 15 മിനിറ്റിനടുത്താവുന്നുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാവെന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിൽ തന്നെ വേണം. ഇതാണ് നല്ലതായിട്ടുള്ള ഒരു പപ്സ് നമുക്ക് കിട്ടുന്നത്, ആ ഒരു പരുവത്തിലുള്ളപ്പം. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക. അതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിലേക്ക് പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് പൊടി ഒന്ന് വിതറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ്. അപ്പം പരത്തുമ്പോൾ നമ്മൾ ഇന്ന ഷേപ്പിലൊന്നും വേണമെന്നൊന്നുമില്ല. അതുപോലെ ഇത് ഇത്രയും മാവ് ഒരുമിച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ളവർ 2-3 പാർട്സ് ആക്കി വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഒത്തിരി കനം കുറച്ചൊന്നും പരത്തേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ പപ്സ് കഴിക്കുമ്പോൾ അതിനകത്ത് ലേയേഴ്സ് ഉണ്ടാവത്തില്ലേ, ആ ലേയേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വളരെ കുറച്ച് പൊടി മൈദയും കൂടെ ഞാൻ തൂവി കൊടുത്തിട്ട് ഇത് മടക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് മറക്കരുത്. പപ്സിനകത്തെ ലേയേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് എത്ര തവണ ചെയ്യുന്നോ അത്രയും ലേയേഴ്സ് നമുക്ക് പപ്സിനകത്തുണ്ടാകും. പപ്സിൻ്റെ ആ പേസ്ട്രിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കുറഞ്ഞ ഒരു 4-5 തവണയെങ്കിലും ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുകയാണ്. അതായത് ഒന്ന് പരത്തിയെടുക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പൊടി തൂകിയിട്ട് നമ്മൾ മടക്കിയെടുക്കുക, വീണ്ടും പരത്തുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. 4-5 തവണ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ഉപയോഗിക്കണം. പിന്നെ ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിലോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ടേസ്റ്റ്, ആ ഒരു റിയൽ പപ്സിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ബട്ടർ ഉപയോഗിക്കുമ്പം തന്നെയാണ്. ഇതേപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് മടക്കി ഇപ്പം 4ാമത്തെ തവണയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതോടെ ചെയ്യുമ്പം 5ാമത്തെ തവണ ഞാൻ മടക്കിയിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഈ മാവ് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി മടക്കിയെടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതിനകത്തെ ലേയേഴ്സ് കണ്ടില്ലേ, ഇത്രയും ലെയർ ആയിട്ടുണ്ട് നമ്മുടെ പപ്സിൻ്റെ ആ പേസ്ട്രി ഷീറ്റിനകത്ത്. അപ്പോൾ വളരെ എളുപ്പമല്ലേ നമ്മുടെ ആ പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റും റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ ഭാഗം ആകുമ്പോഴത്തേന് 2-3 തവണ നമുക്ക് ബട്ടർ തേച്ച് കൊടുത്താലും മതി. അവസാനത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ബട്ടർ തേച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പരത്തുമ്പം ബട്ടർ ആവശ്യത്തിന് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യത്തിനുള്ള 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ലൈറ്റായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മളെ പേസ്ട്രി ഷീറ്റിനകത്തൊക്കെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ. അതോടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷം പൊടികൾ ചേർക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി,
1/4 ടേബിൾ സ്പൂൺ അടുത്തുള്ള ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ അടുത്തുള്ള മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇന്ന് 2 തരം പപ്സ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം 2 തരം ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് പകുതി ഈ ഉള്ളിയുടെ മസാല ഞാൻ എടുത്ത് മാറ്റുകയാണ്. അത് മാറ്റി വെക്കുന്നത് എഗ് പപ്സിന് വേണ്ടിയാണ്. പകുതി ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മീറ്റാണ്, ബീഫാണ്. ബീഫ് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താണ്. അപ്പോൾ ഒത്തിരി അരഞ്ഞു പോകരുത്, ഇതേപോലെ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 3-4 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാലകളെല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ചിക്കനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ്സ് നമുക്ക് പപ്സിനകത്ത് ആക്കിയെടുക്കാം. ചിക്കൻ വെച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 മസാലകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറഞ്ഞ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളത് വെക്കണം. ഇനി നമുക്കത് പരത്തിയിട്ട് നമുക്കത് മുറിച്ചെടുത്ത് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. നീളത്തിൽ പരത്തുക. അതുപോലെ അധികം കനം കുറയ്ക്കരുത്. നമ്മുടെ പപ്സിൻ്റെ ആ ഷീറ്റിന് അധികം കനം കുറയ്ക്കരുത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം ഷേപ്പിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് നമ്മൾ കളയേണ്ട കാര്യമില്ല. നമുക്ക് ലാസ്റ്റ് അതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ പരത്തിയെടുത്താൽ മതി. ഇപ്പം ഞാൻ അധികം വലുപ്പത്തിലുള്ള പപ്സ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല വലിയ വലുപ്പത്തിലുള്ള പപ്സ് വേണമെങ്കിൽ ഇതിലും കുറച്ചുകൂടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം കാണാനും കഴിക്കാനും ഒക്കെ ഒരു രസത്തിന് വേണ്ടി ചെറിയ ചെറിയ പപ്സ് ആക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ എല്ലാ ഷീറ്റും ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാ കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ മതിയേ. എന്നിട്ട് അതിലേക്ക് ആദ്യത്തെ ഫില്ലിങ്സ്, മീറ്റ് ഫില്ലിങ്, നമ്മുടെ ഇറച്ചിയുടെ ഫില്ലിംഗ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണത്തിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക. നമുക്ക് പിന്നെ പപ്സിൻ്റെ ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പം മീറ്റിൻ്റെത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഓക്കെ, അടുത്തത് ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഓരോ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് എഗ്ഗിൻ്റെയാണ്. അപ്പം മുട്ട പപ്സിന് വേണ്ടിയുള്ളത് മസാല, നമ്മുടെ ഉള്ളിയുടെ ആദ്യം മാറ്റി വെച്ച മസാല വെച്ചു. അതിന് ശേഷം ഒരു മുട്ടയുടെ പകുതിയാണ് എടുത്ത് മുറിച്ചത്, പുഴുങ്ങിയ മുട്ടയുടെ പകുതിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അപ്പം പറഞ്ഞ പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഉള്ളി മസാല വെച്ചു, അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതിയും 2 സൈഡും അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ജോയിൻ ആയിരുന്നോളൂ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു ഷേപ്പ് നമുക്ക് ഇതേപോലെ കോണാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഇഷ്ടാനുസരണത്തിലുള്ള നമ്മുടെ പപ്സിൻ്റെ ഷേപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ പപ്സും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം വിത്തൗട്ട് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പാനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പഴയൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഗ്ലാസ് പാത്രം, സ്റ്റീൽ പാത്രം ഒക്കെ യൂസ് ചെയ്യാവുന്നതുണ്ട്. അടി നന്നായിട്ട് അപ്പം ബട്ടർ തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ സെയിം കേക്കൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലും വിത്തൗട്ട് ഓവനിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ ഇത് റെഡി ആക്കുന്നതിന് മുമ്പേ ഇതേപോലെ പ്രീ ഹീറ്റ് ചെയ്യാൻ പാത്രം വെക്കുക. അതിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം വേണമെങ്കിൽ സ്റ്റാൻഡും വെക്കാവുന്നതാണ്. എന്നിട്ട് ബർണറിൻ്റെ അനുസരിച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് പാനിൽ ഡയറക്റ്റ് വെക്കുന്നതാണ്. ഇതേപോലെ പാൻ ചൂടായിട്ട് വരുമ്പം അതിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്സും വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ കുറച്ച് ബട്ടർ കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ഈ ബട്ടർ മുകളിൽ തേക്കുന്നതിന് പകരം എഗ് വൈറ്റ് വേണമെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ. അപ്പം 10 മിനിറ്റ് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡ്. എന്നിട്ട് ഇനി ഇത് തിരിച്ച് ഇടുകയാണ്. അപ്പോൾ കളർ കണ്ടില്ലേ, നന്നായിട്ട് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇനി ഇത് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ എല്ലാ സൈഡും റെഡിയാക്കി എടുക്കണം. ഓക്കെ,
എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 to 17 മിനിറ്റ് ആവും ഈ ഒരു പപ്സ് റെഡിയാക്കി എടുക്കാൻ ഇങ്ങനെ. അപ്പോൾ ലോ ഫ്ലെയിമിലായതും കൊണ്ടാണ്, ലോ ഫ്ലെയിം ആകുമ്പോൾ നന്നായിട്ട് അത് കുക്കായി കിട്ടും. കാരണം നമ്മൾ ഇച്ചിരി കനത്തിലല്ലേ നമ്മുടെ ഈ പേസ്ട്രി ഷീറ്റ് പരത്തിയെടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ബേക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും ബേക്ക് ചെയ്യുമ്പോഴും. നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ നമ്മുടെ പപ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. നമുക്കിനി കടയിൽ പോയി നമുക്ക് പപ്സ് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? റിയൽ ആയിട്ടുള്ള പപ്സിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, തിരിച്ചും മറിച്ച് വിട്ടു. അതും ഇതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം. അപ്പം ബട്ടർ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പം വിത്തൗട്ട് ഓവനിൽ ബേക്ക് ചെയ്യുന്ന രീതിയിലും അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള പപ്സുകളും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ, നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ പപ്സ് റെഡിയാക്കി എടുക്കാം. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് ടൈപ്പ് പപ്സും ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെജ് പപ്സും എഗ്ഗ് മീറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ലെയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. അപ്പം മറക്കരുത്, നിങ്ങൾ ധൈര്യമായിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.